2 ദിവസം കൊണ്ട് ഏകദേശം 570 മില്ലിമീറ്റർ അധികം മഴയാണ് പെയ്തിരിക്കുന്നത്. അതിൽ ഞങ്ങളുടെ പ്രാഥമിക നിഗമനം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഉരുൾ പൊട്ടിയ ഫോറസ്റ്റ് ഏരിയയിലായിരുന്നു. ഫോറസ്റ്റ് ഏരിയയിൽ നല്ല തോതിലുള്ള മരങ്ങളും ചെടികളും എല്ലാം ഉണ്ട്. ഇപ്പം താഴോട്ട് വന്നത് പാറക്കഷ്ണങ്ങളും മണ്ണും മാത്രമല്ല, നല്ല തോതിലുള്ള മരങ്ങളും എല്ലാം. ഇത് ഒഴുകി വരുമ്പം ഈ പുഴയുടെ വീതി കുറഞ്ഞ് ഗോർജ് പോലുള്ള സ്ഥലം, സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടമുള്ള അതേപോലുള്ള സ്ഥലങ്ങളിൽ ഇത് അടിഞ്ഞ് ഒരു താൽക്കാലിക ഡാം പോലെ, ടെമ്പററി ഡാം പോലെ ആകും. ഇത് പിന്നെ അത് പൊട്ടുമ്പോൾ ഇതിന് ഒഴുകാനുള്ള വലിയൊരു ശക്തിയാണ് അന്നേരം അവിടെ. അങ്ങനെ ഈ ശക്തിയോടുകൂടി താഴോട്ട് ഒഴുകുകയാണ്. ഇരുവശത്തുമുള്ള മെറ്റീരിയൽ, മണ്ണും കല്ലും കൂട്ടത്തിൽ വീടുകളും